നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. നിലമ്പൂർ വാർത്തകളിലാണ് നമ്മൾ തുടങ്ങുന്നത്. നിലമ്പൂരിൽ പോരാട്ടം മുറുകുന്നു. പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് UDF. തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുന്നതിൽ പി വി അൻവർക്ക് തീരുമാനമെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിനുശേഷം നിലപാട് UDF വ്യക്തമാക്കും. സഹകരിച്ചാൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും UDF നേതൃയോഗത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. വിപിൻ സി വിജയൻ, ഷഹദ് റഹ്മാൻ, ശ്രീജിത്ത് എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഇപ്പോൾ UDF ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്നതിന്റെ സൂചനയാണോ ഈ കാണുന്നത്? അനുജ, പാലക്കാടും ചേലക്കരയിലും ഉള്ളതുപോലെ തന്നെ നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് UDF-ന്റെ നേതൃയോഗത്തിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ VD സതീശൻ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, എന്ത് തീരുമാനം എടുത്താലും UDF-ന്റെ മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ആവശ്യം. എന്നാൽ ആ പന്ത് തിരിച്ച് തട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. ആദ്യം PV അൻവർ ഒരു തീരുമാനം പറയട്ടെ, ഇതുവരെ ഞങ്ങളോട് തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളിലൂടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇപ്പോഴും നേതാക്കൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഞങ്ങൾ മത്സരിക്കും, അതിനോട് സഹകരിക്കുമെങ്കിൽ സഹകരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട്. PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അൻവർ വരികയാണ്. UDF നേതൃയോഗ തീരുമാനം പുറത്തു വന്നു. അതിനുശേഷമുള്ള പ്രതികരണം. കേട്ടിട്ടില്ല. യെസ്, ഒന്നും കേട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളൊന്നും തന്നെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരും എന്നുള്ളത് കൂടി പറയുന്നു. ഈ ഒരു വിഷയത്തിൽ ഇനി എന്തായിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. കാരണം UDF അത്തരത്തിൽ അകമഴിഞ്ഞ 2 ദിവസത്തിനകം ഒരു തീരുമാനമെടുക്കണം, UDF മുന്നണിയുടെ ഭാഗമാക്കണം എന്നൊക്കെയുള്ള ആവശ്യത്തിനോട് അത് തിരസ്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പുമായി UDF മുന്നോട്ട് പോകും, UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, അതുമായി സഹകരിക്കാമെങ്കിൽ സഹകരിക്കാം എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ വായിക്കേണ്ടത്. അതായത് PV അൻവറിന് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിൽ അതിനെ കാണേണ്ടി വരും. നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹം പറയുന്നതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. യെസ്, അനുജ, അദ്ദേഹം പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തിരിച്ചു വരും. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കണം. ഒപ്പം ഇപ്പോൾ PV അൻവറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരു മാരത്തോൺ ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടന്നിരുന്നത്. ആദ്യം Suധാകരൻ കണ്ണൂരിൽ നിന്ന് മഞ്ചേരിയിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം ഒരു അനുനയ ശ്രമം എന്നുള്ള നിലയ്ക്ക് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ കാരത്തോടുള്ള വീട്ടിൽ പോയി കണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് PK കുഞ്ഞാലിക്കുട്ടി, അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കുന്ന നേതൃയോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും, എന്നാൽ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് ഇല്ല, എല്ലാം തന്നെ നിലമ്പൂരിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ്. ആ നിലമ്പൂരിലെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇനി മുന്നോട്ട് സഹകരിക്കാമെങ്കിൽ അൻവർ സഹകരിക്കട്ടെ എന്നുള്ള പാലക്കാടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അതേ നിലപാട് തന്നെ എടുക്കുന്നു. പക്ഷേ അത് എത്രത്തോളം UDF-നെ ഇനി ഗുണം ചെയ്യും, അല്ലെങ്കിൽ 9 വർഷം ഇവിടെ MLA ആയിരുന്ന ഒരാളാണ്, അപ്പോൾ അൻവർ ഫാക്ടർ UDF-ന് അത് എത്രത്തോളം പ്രശ്നമാകും അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇനി ഈ കാര്യത്തിലൊരു തീരുമാനം, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഇനി വ്യക്തത വരേണ്ടതുള്ളൂ. എന്തായാലും ആ ഒരു അകമഴിഞ്ഞിട്ടുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം, ഉപാധികളില്ലാതെ ഒരു തീരുമാനം UDF-ന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് കൂടി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വായിക്കാം. അതാണ് PV അൻവർ നിലവിൽ പ്രതികരിക്കാതെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഷഹദ് റഹ്മാനിലേക്ക് കൂടി പോകുന്നു. ഷഹദ്, ഇന്നിപ്പോൾ യോഗ
യോഗത്തിൽ സംഭവിച്ചത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ മുസ്ലിം ലീഗിന്റെ ആ ഒരു ഇടപെടൽ പോലും ഫലിക്കുന്നില്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചു എന്നാണോ? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെ വേണം. കാരണം കോൺഗ്രസ് ഉണ്ടായതിനേക്കാൾ നിലപാട് കുറെ കൂടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. കാരണം ഇന്ന് രാവിലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് അൻവർ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വൈകിട്ട് നടക്കുന്ന യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പറയും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അൻവറിന് ഒരു തരത്തിലും അനുകൂലമാകുന്ന ഒരു തീരുമാനമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞ ഒരു കാര്യം, അൻവർ എന്താണ് നിലപാട് എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ്. നിലമ്പൂരിൽ അൻവറിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം അൻവർ ആദ്യം വ്യക്തമാക്കട്ടെ, എന്നിട്ടാകാം UDF തന്റെ തീരുമാനം പറയുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് അൻവർ സ്വന്തം നിലയ്ക്ക്, അതായത് മുന്നണി പ്രവേശനം സുഗമമല്ലെങ്കിൽ എത്രയും വേഗം മുന്നണി പ്രവേശനം നടത്തിയിട്ടില്ലെങ്കിൽ അൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് ചോദിച്ചത്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, തങ്ങളോട് അത്തരം ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങളോടല്ലേ പറഞ്ഞിട്ടുള്ളത്, അത് തങ്ങൾക്കറിയില്ല എന്നൊരു കാര്യമാണ്. മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്കറിയില്ല, അൻവർ ഈ വിഷയത്തിൽ നിലപാട് എന്താണ് സ്വീകരിക്കുന്നത് എന്ന് ആസ്പദമാക്കിയിരിക്കും, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിയിരിക്കും മറ്റ് തീരുമാനങ്ങൾ എന്നുള്ളതാണ്. അതിനർത്ഥം നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും അൻവറിന്റെ മുന്നണി പ്രവേശനം അത്ര സുഗമമായിരിക്കില്ല, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ എന്തായാലും പെട്ടെന്നുണ്ടാകില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അൻവറും നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു, കോൺഗ്രസും നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരാണ് ഈ വിഷയത്തിൽ ഇനി ഒരു അനുനയ നീക്കത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ മുസ്ലിം ലീഗ് ആയിരുന്നു ഇല്ല എന്നുള്ള നിലപാട് UDF കൈക്കൊണ്ടിരിക്കുകയാണ്. കടുപ്പിച്ചുള്ള തീരുമാനമാണ്. അപ്പോൾ അൻവർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം മത്സരിക്കുമോ അതോ സ്ഥാനാർത്ഥിയെ നിർത്തുമോ? അതാണ് ഇനി അറിയാനുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയുണ്ടാകും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. വിശദാംശങ്ങളുമായി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ പ്രഖ്യാപിക്കാൻ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കാണ്. നമ്മളിപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു ഞായറാഴ്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. എന്നാൽ അത്രയും ദിവസങ്ങൾ നീളില്ല. വരുന്ന വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. ജില്ലയിലെയും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങൾക്ക് ശേഷം ഈ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലേക്ക് എത്തും. പൊതു സ്വതന്ത്രൻ വേണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പായിട്ടില്ല. എന്തായാലും UDF പ്രശ്നങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് സാമുദായിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിപ്പിക്കുമെന്ന ധാരണയാണ് നേതാക്കളിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ പരിഗണനയിലുള്ള പേരുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM സംസ്ഥാന സെക്രട്ടറി അംഗവും നിലമ്പൂർ സ്വദേശിയുമായ M സ്വരാജിന്റെ പേരാണ്. ഒപ്പം തന്നെ ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകൾ ഉണ്ട്. ജില്ലാ സെക്രട്ടറി അംഗം VP ഷൌക്കത്ത്, ഒപ്പം വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, അതോടെ നേരത്തെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യു തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ പരിഗണനയിലുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടറിന്റെ ആയിരിക്കും. മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ശരി, നിലമ്പൂരിലെ CPIM സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വെള്ളിയാഴ്ച അറിയാം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകളാണ് UDF നടത്തിയത്. P.K. കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടു. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനും ചർച്ചകളുടെ ഭാഗമായി. UDF ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നതോടെ ചർച്ച പൊളിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അൻവർ പക്ഷം നിലപാട് കടുപ്പിച്ചത് ഇന്നു രാവിലെ. ഇതോടെ കലങ്ങിമറിഞ്ഞത് UDF ക്യാമ്പാണ്. അൻവർ പോയാൽ പോട്ടെ എന്ന് ഒരു വിഭാഗം, ആ പോക്കിൽ നിലമ്പൂര് കൂടി പോകുമോ എന്ന ആശങ്ക പങ്കുവച്ച് മറുവിഭാഗവും. ഒടുവിൽ അൻവറിനെ അങ്ങനെ കൈവിടണ്ട എന്ന് ചർച്ചകൾ. 10 മണിയോടെ അൻവർ P.K. കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കാരാത്തോട് വീട്ടിലെത്തി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ വിരാട് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ
സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാം UDF ചർച്ച ചെയ്യട്ടെ. കഴിഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അൻവർ ഒതായിലേക്ക് എത്തിയപ്പോഴേക്കും പുറകെ UDF നേതാക്കളും എത്തി. സുഹൃത്തുക്കളായ കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത്, CMP നേതാവ് വിജയകൃഷ്ണൻ തുടങ്ങിയവരെത്തി. 1.5 മണിക്കൂർ ചർച്ച. സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ. ഞങ്ങൾ ഇന്നൊന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം UDF ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. എന്നാൽ അൻവറിന്റെ പിണക്കം മാറ്റാൻ സാധിച്ചില്ല. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി നിർത്താമെന്ന പഴയ വാഗ്ദാനം തന്നെ പുതുക്കുകയാണ് നേതാക്കൾ ചെയ്തത്. അത് പോരെന്ന് വീണ്ടും അൻവർ. മുന്നണി പ്രവേശനത്തിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് നിലമ്പൂരിന്റെ മുൻ MLA-യുടെ പക്ഷം. 48 മണിക്കൂറിൽ 24 മണിക്കൂർ അങ്ങനെ ചർച്ചകൾ കൊണ്ട് നിറഞ്ഞു. വിപിൻ C. വിജയൻ, 24 നിലമ്പൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തുടങ്ങി. DCC പ്രസിഡന്റ് VS ജോയ്ക്കൊപ്പം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പ്രചാരണം തുടങ്ങിയത്. ഒന്നിച്ച് മുന്നോട്ടു പോകുമെന്നും മറ്റ് ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്നും ആര്യാടൻ ഷൗക്കത്തും VS ജോയും 24-നോട് പറഞ്ഞു. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس الحمد لله رب العالمين حمدا كثيرا طيبا مباركا صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന് തുടക്കമിട്ടത്. പിതാവാണ് തന്റെ ശക്തിയും ദൗർബല്യവുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. പിതാവിന്റെയും DCC മുൻ അധ്യക്ഷൻ VV പ്രകാശിന്റെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ VV പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ UDF തെരഞ്ഞെടുപ്പിനെ നേരിടും. DCC പ്രസിഡന്റ് VS ജോയിയും കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. വിവാദങ്ങൾ അവസാനിച്ചെന്നും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും VS ജോയി. സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ്. നിലമ്പൂരിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ നേരിൽ കണ്ട് ആര്യാടൻ ഷൗക്കത്ത് പിന്തുണ തേടി. എടക്കരയെത്തി മുൻ DCC പ്രസിഡന്റ് പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഷൗക്കത്ത് പാണക്കാട്ടേക്ക് തിരിച്ചത്. 24 നിലമ്പൂർ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ അപകട ഭീഷണി പഠിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡ്രോൺ പരിശോധന നടത്തും. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ബലം കണ്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഉടൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. ഇന്ന് നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം, ഇവിടേക്കുള്ള ഒരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡിന്റെ അലൈൻമെന്റിന്റെ ഹൈറ്റിന്റെ അലൈൻമെന്റിന്റെ കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയായ ഭാഗത്താണ് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മഴ ശക്തമായാൽ വിള്ളൽ കൂടാനാണ് സാധ്യത. മൂത്തക്കുന്നം കുര്യാപ്പള്ളി റോഡിന് സമീപം ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിലും വിള്ളലുണ്ടായി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്താണ് ഗർത്തം. ദേശീയപാതയിൽ അപകട ഭീഷണി പഠിക്കാൻ കാസർഗോഡ് ജില്ലയിൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്തും. 24 കണ്ണൂർ. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചു. സുകാന്ത് പലതവണ പണം കൈപ്പറ്റി. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണം. ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു നൽകിയത് അമ്മാവൻ മോഹനനെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. 24 ബ്രേക്കിംഗ് വാർത്തയാണ്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, നേരത്തെ തന്നെ ചില ചാറ്റ് വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ഇയാൾ ചോദിക്കുന്നതും ആ പെൺകുട്ടി അതിന് മറുപടി ചാറ്റിലൂടെ നൽകുന്നതുമൊക്കെ. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അനുജ, ഈ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ സമഗ്രമായി ഉൾപ്പെടുന്നതാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്. അതിനു പുറമെ ചില പുതിയ വിവരങ്ങൾ കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ ഈ പെൺകുട്ടിയുടെ ഈ IB ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ ശമ്പളം 6 മാസത്തെ ശമ്പളം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ സഹിതമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടുള്ളത്. ഒപ്പം സുഗാന്ത് ഇത് കൂടാതെ പലതവണ പണം കൈപ്പറ്റിയതിൻ്റെ തെളിവുകളും ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും വ്യക്തമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒളിവിൽ പോകാൻ ഈ 2 മാസം മുമ്പ് ഇയാൾ ഒളിവിൽ പോയത് അമ്മാവൻ്റെ സഹായത്തോടെയാണ്. അമ്മാവൻ മോഹനനാണ് ഈ സുഗാന്തിന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. അമ്മാവൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാം ഹൗസിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ 2ാം പ്രതിയായി സുഗാന്തിൻ്റെ അമ്മാവൻ മോഹനനെയും പോലീസ് ചേർത്തിട്ടുണ്ട്. ഒപ്പം മറ്റു ചില വിവരങ്ങൾ കൂടി റിമാൻഡ് റിപ്പോർട്ടിൻ്റെ മറ്റ് 2 പെൺകുട്ടികളെ കൂടി സമാനമായ രീതിയിൽ സുഗാന്ത് ദുരുപയോഗം ചെയ്തതിൻ്റെ വിശദാംശങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്നാണ് എന്നുള്ള ഡോക്ടറുടെ വിശദാംശവും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും സമഗ്രമായ റിമാൻഡ് റിപ്പോർട്ടാണ് നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അനുജ, IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിലാണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചത്. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കരുതേല സാർ എന്ന പരിപാടിയുമായി പ്രജൻ സി കണ്ണൻ. നമസ്കാരം.